പ്രിയദർശിനി പദ്ധതിയുമായി ഏത് തരം പ്രതിഷേധത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കല് ഒരു 10-11 മണിക്കകത്ത് ബസ് തടയും. ഈ സാധാരണ സ്ത്രീകൾ എല്ലാ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല. ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന സ്ത്രീകൾക്കാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അതാണോ വേണ്ടത്? അതിനു പുറമെ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണം. ഇപ്പോഴേ നിലവിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നില്ല. ഭൂരിഭാഗം അപൂർവം ചിലർ മാത്രമേ വ്യത്യാസം വരുള്ളൂ. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വീടിന് വേണ്ടി ചെലവാക്കുന്നവരാണ് പുരുഷന്മാർ കണക്ക് പറയാറില്ല. ഒരിക്കലും ഇല്ല. അവരാ പണം ദൂർത്തടിച്ച് തീർക്കാറുമില്ല. ദൂർത്തടിക്കാൻ ഭാര്യയ്ക്ക് കൊടുക്കാനും പറ്റില്ല. ഇരുതല വാളിന്റെ മൂർച്ചയുള്ള നാക്കാ പെണ്ണിന്. ഒരിക്കലും ഒരു പെണ്ണിന്റെ ഇവിടെ ഇങ്ങനെ ഓച്ചാനിച്ച് ഒരു ഭർത്താവും ഒരു ഭാര്യ നിൽക്കില്ല. താങ്കൾ നന്നായി സംസാരിക്കുന്ന ആളാണല്ലോ, അപ്പൊ നല്ല മൂർച്ചയുള്ള നാക്കാണ് താങ്കൾക്കും ഉള്ളത്. പുരുഷന്മാർക്ക് ഫ്രീ കൊടുക്കണ്ട. ഫ്രീ വേണ്ട. ആർക്കും ഫ്രീ വേണ്ട. ആർക്കും എന്നല്ല. പ്രിയദർശിനി എന്ന പേരിൽ UDF സർക്കാർ കൊണ്ടുവന്ന സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര, അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് പേർ രംഗത്തുണ്ട്. ഇന്ന് നേഷൻ ഫെസ്റ്റിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത്താണ്. നമസ്കാരം. നമസ്കാരം. പ്രിയദർശിനി എന്ന പേരിൽ സൗജന്യ ബസ് യാത്ര UDF സർക്കാർ, VD സതീശൻ നയിക്കുന്ന സർക്കാർ കൊണ്ടുവരികയാണ്. 15-ാം തീയതി മുതൽ തുടങ്ങുകയാണ്. താങ്കളും അതുപോലെ തന്നെ മെൻസ് അസോസിയേഷനും പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെയാണോ? ആ പ്രിയദർശിനി എന്ന് പറയുന്ന ആ ബസ്സിൽ അത് ഫ്രീ യാത്ര കൊടുക്കുന്നതിനുള്ള പ്രതിഷേധമല്ല, കൊടുത്തോട്ടെ. പക്ഷേ അത് അർഹിക്കുന്ന സ്ത്രീകളിൽ എത്തണം. നമ്മളതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് നോക്കുമ്പോൾ ഗവൺമെൻറ് എംപ്ലോയീസാണ് കൂടുതലുള്ളത്. IT മേഖലയിലുള്ള സ്ത്രീകൾ ഒരുപാട് പേരുണ്ട്. ഈ സാധാരണ സ്ത്രീകൾ എല്ലാ ദിവസവും ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ മറ്റുള്ള ലക്ഷക്കണക്കിന് സാലറി വാങ്ങുന്ന സ്ത്രീകൾക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നത്. അതാണോ വേണ്ടത്? നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യൂ. ഇവിടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു 4 കാര്യങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. നല്ല ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. എന്നാലും ഈ വിദ്യാർത്ഥികളായിട്ടുള്ള ഈ ആൺപെൺ വേർതിരിവില്ലാതെ ഇനിയെങ്കിലും ഈ കാലഘട്ടത്തിലെങ്കിലും ഇനിയെങ്കിലും മുന്നോട്ട് പോവേണ്ടതല്ലേ പുതിയൊരു സർക്കാർ? നമ്മളെല്ലാവരും ആഗ്രഹിച്ചതുപോലെ. ഞാനിപ്പോൾ രാഷ്ട്രീയം എനിക്കില്ല എങ്കിൽ പോലും VD സതീശൻ മുഖ്യമന്ത്രി ആകണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ഞാൻ മെൻസ് അസോസിയേഷൻ്റെ പേജിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, പോസ്റ്ററുകൾ ചെയ്തിട്ടിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയായി വരേണ്ടത്. നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണ് ഒരു ചിരിക്കുന്ന മുഖമുള്ള നല്ലൊരു മുഖ്യമന്ത്രി വരണം എന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അദ്ദേഹം വരികയും ചെയ്തു. പക്ഷേ ഇവിടെ പിന്നെ ഒരു കാര്യം, കേരളത്തിലെ നേതാക്കന്മാരെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രാഹുൽ ഗാന്ധിയാണ് മറ്റുള്ള സ്റ്റേറ്റുകളിൽ പറയുന്നത് പോലെ ഇവിടുത്തെ സ്ത്രീകളും ഇത് ആഗ്രഹിക്കുന്നവരാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കാം അദ്ദേഹത്തിൻ്റെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു അത്. കേരളത്തിലും ഫ്രീ സർവീസ് അല്ലെങ്കിൽ തന്നെ ഇവിടെ UDF ഭരണത്തിൽ വരില്ല എന്ന് പറയാൻ പറ്റുമോ? ഓട്ടോമാറ്റിക്കായിട്ട് വരും. കാരണം മറ്റ് 10 വർഷം എല്ലാവരും ഒരുപാട് സഹിച്ചു. ഒരുപാട് വിഷമങ്ങൾ മനസ്സിൽ എല്ലാവരുടെയും ഉണ്ട്. ആ സ്ത്രീകളുടെ മാത്രമല്ല, പുരുഷന്മാരുടെയും മനസ്സിലുള്ള വിഷമമാണ് വോട്ടായിട്ട് UDFനെ ഭരണത്തിലേക്ക് നയിച്ചത്. അതെ, നമ്മൾ ഈ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതിയിലേക്ക് വരുമ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, സാധാരണക്കാരായ സ്ത്രീകളൊന്നും ഇങ്ങനെ പോകാറില്ല. ഈ IT മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സർക്കാർ ജോലിക്കാർ ആയവരാണ് ഈ പറഞ്ഞ ബസ്സുകളിലൊക്കെ സാധാരണ യാത്ര ചെയ്യാറുള്ളതെന്ന്. അപ്പോൾ ഒരു സൗജന്യ ബസ് യാത്ര ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സാധാരണ സ്ത്രീകൾക്ക് എന്തായാലും ബസ് ഫ്രീ അല്ലേ, പോകാം എന്നൊരു തോന്നൽ ഉണ്ടായി പുറത്തേക്ക് വരില്ലേ? അപ്പോൾ ഈ പറഞ്ഞ സാധാരണക്കാർക്ക് തന്നെയല്ലേ ഇതൊരു ഗുണം ചെയ്യാൻ പോകുന്നത്? ഇത് 8ന്റെ പണിയാണ് ഈ സാധാരണക്കാർക്ക് കിട്ടുന്നത്. കാര്യം ആ സ്ത്രീ മാത്രമായിരിക്കില്ല യാത്ര ചെയ്യുന്നത്. എവിടെയെങ്കിലും പോകാൻ തീരുമാനിക്കുമ്പോൾ ആ അമ്മ മാത്രമായിട്ട് പോകുമോ? അമ്മയുടെ മകൻ കാണും, ഈ മകന് ടിക്കറ്റ് എടുക്കണം. ഭർത്താവ് കാണും, ഭർത്താവിന് ടിക്കറ്റ് എടുക്കണം. മറ്റ് ഫാമിലിയിലുള്ളവർ പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്കെല്ലാം ടിക്കറ്റ് എടുക്കണം. പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ലഗേജ് കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ടിക്കറ്റ് കൊടുക്കണം. ഇപ്പോൾ യഥാർത്ഥം പറഞ്ഞ ലഗേജ് കൊണ്ട് കയറിയാൽ ടിക്കറ്റ് എടുക്കാറില്ല, സ്വാഭാവികമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് ഇവിടെ നമ്മൾ പറയുന്നത്, എല്ലാ കുട്ടികൾക്കും വിദ്യാർത്ഥികളാണോ അവർക്ക് ഫ്രീ ടിക്കറ്റ് അനുവദിക്കണം. 60 വയസ്സിന് മേളിലുള്ളവർക്ക് ഫ്രീ ടിക്കറ്റ് കൊടുക്കണം, അല്ലേ? പലവിധ അസുഖങ്ങളായിട്ട് കയറുന്നവരുണ്ട്, രോഗികളായിട്ട്. ഇവിടെ മെഡിക്കൽ കോളേജുണ്ട്, പല ഹോസ്പിറ്റലുകളുള്ള ഒരു ജില്ലയാണ് തിരുവനന്തപുരം. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ക്യാൻസർ സെൻ്ററിലൊക്കെ കാസർഗോഡ് നിന്ന് വരെ ആൾക്കാർ ട്രെയിനിൽ വന്നിറങ്ങിയിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ അല്ലേ ഉപകാരപ്പെടേണ്ടത്? അപ്പോൾ അതിൽ പുരുഷനും കാണും, സ്ത്രീയും കാണും. അവർക്ക് എല്ലാവർക്കും ഫ്രീ ടിക്കറ്റ് അനുവദിക്കണം രോഗികളായിട്ടുള്ളവർക്ക്.
ഇത് ശരിക്കും ഒരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ ഏതൊരു സംസ്ഥാനം ആയിക്കോട്ടെ, കേരളമാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ബീഹാർ ആണെങ്കിലും ഏതൊരു സംസ്ഥാനമാണെങ്കിലും പൊതുഗതാഗതം എല്ലാവർക്കും ലഭ്യമാകണം. ഇപ്പോൾ പൊതുഗതാഗതം എല്ലാവർക്കും സൗജന്യമാകണം എന്ന് തന്നെയാണ് അഭിപ്രായം. പക്ഷെ അതിനൊരു ആദ്യ 2-3 ഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ആദ്യ ഘട്ടത്തിൽ സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ ഘട്ടത്തിലോ അല്ലെങ്കിൽ മൂന്നാമത്തെ ഘട്ടത്തിലോ കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും എല്ലാവർക്കും ഫ്രീ ആയിട്ടൊരു സാഹചര്യം വരണം. അങ്ങനെ ഒരു സാഹചര്യം വരണമെങ്കിൽ ആദ്യം സ്ത്രീകൾക്ക് ഈ പറഞ്ഞ സൗജന്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ് തെറ്റ്? അപ്പൊ നമ്മൾ ഇത് മുളയിലെ ഇത് നുള്ളിക്കളഞ്ഞാൽ ആ ഒരു സാഹചര്യമല്ലേ, ഒരു സാധ്യതയല്ലേ തള്ളിപ്പോകുന്നത്? ഒരിക്കലും അല്ല. ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ സൗജന്യത്തിന്റെ ആവശ്യം കേരളത്തിനില്ല. ഒന്ന്, കേസ് നമ്മുടെ ഖജനാവൊന്നും അത്ര നിറഞ്ഞു കിടപ്പുള്ളതല്ല. പൂച്ച പെറ്റ് കിടക്കുന്നു എന്ന് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി തന്നെ പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ പൊതുഗതാഗതം ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താ? നമുക്ക് എല്ലാ മേഖലയും നമുക്ക് പൊതുവായിട്ട് പറയാമല്ലോ. ടിക്കറ്റ് നിരക്കം കുറച്ചാലോ എല്ലാവർക്കും ഉപയോഗപ്പെടില്ലേ? ടിക്കറ്റ് നിരക്ക് കുറയ്ക്കുക, വൈദ്യുതി ബില്ല് അത്രത്തോളം ഖജനാവിൽ കാശുണ്ടെങ്കിൽ വൈദ്യുതി ബില്ല് കുറയ്ക്കാം. എല്ലാ വീട്ടിലും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അതൊരു ആശ്വാസമാണ്. അങ്ങനെയുള്ള നടപടികൾ വേണം ആകേണ്ടത്. അല്ലാതെ സ്ത്രീകൾക്ക് അവരെന്തെങ്കിലും എന്താ പറയുക, ഈ അംഗവൈകല്യം ഉള്ളതുപോലെ സ്ത്രീകൾക്ക് അതാണല്ലോ. സ്ത്രീകൾ ഒരു ആൾ ഫ്രീ കൊടുക്കുമ്പോൾ അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ സ്ത്രീകൾക്ക് എന്തെങ്കിലും അവർക്ക് പുതിയ സാധ്യതകൾ തുറന്നു കൊടുക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോ ഒരു ബസ് ടിക്കറ്റ് എടുത്ത് ഇപ്പോ ഞാനൊരു ഗ്രാമപ്രദേശത്തിൽ താമസിക്കുന്ന ജോലിയില്ലാത്തൊരു സ്ത്രീയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ തുച്ഛമായ ശമ്പളം നേടുന്ന അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ഒരു സ്ത്രീയാണ് ഞാനെങ്കിൽ, അപ്പോൾ എനിക്ക് സിറ്റിയിലേക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഓണപരിപാടി കാണാൻ എനിക്ക് സിറ്റിയിലേക്ക് വരണം. എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചിലപ്പോൾ വരില്ല. പക്ഷേ ഫ്രീ ബസ് ഉണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത് വരാനുള്ള സാഹചര്യം ഉണ്ടാവില്ലേ? ഈ റൂറൽ ഏരിയയിലുള്ളവരുടെ കാര്യമാണല്ലോ പറഞ്ഞേ. എവിടെയെങ്കിലും ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, ആയിക്കോട്ടെ. അങ്ങനെയുള്ള സ്ത്രീകൾ ആരെങ്കിലും ഒറ്റയ്ക്ക് ഇറങ്ങി വരാറുണ്ടോ? ഒറ്റയ്ക്ക് പോകാൻ ആഗ്രഹമുള്ളവരുണ്ടാവും, എത്ര പേരുണ്ടാവും? ഒറ്റയ്ക്ക് ജീവിക്കുന്നവരുണ്ടാവും. അതൊക്കെ വളരെ ചുരുക്കമാ. അവരെപ്പോഴും അവരുടെ സുഹൃത്തോ അല്ലെങ്കിൽ അവരുടെ മകനോ, അല്ലെങ്കിൽ മകനില്ലാത്ത സ്ത്രീകൾ കുറവാണ്. ഈ ന്യൂ ജനറേഷനിൽ മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ ഈ സ്ത്രീകളെ പറ്റി പറയുകയാണെങ്കിൽ, അമ്മമാരെ പറ്റി പറയുകയാണെങ്കിൽ, പഴയ ഈ എന്താ പറയുക, ഈ ആനുകൂല്യം എന്ന് പറയുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് കാറ്റഗറിപ്പെട്ട സ്ത്രീകളുണ്ട്. അവർക്ക് ഇത് കിട്ടണമെങ്കിൽ അവർ ഒറ്റയ്ക്ക് ഇറങ്ങി വരില്ല. അവരെപ്പോഴും ഒരുമിച്ച് കൂട്ടായിട്ട് വരുന്ന ടീമുകളാണ്. നമ്മൾ ഈ കോളേജ് പെൺപിള്ളേരോ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെയാണ് ഈ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ കൂട്ടുകാരും ഒരുമിച്ചൊക്കെ വരുന്നത്. അല്ലാതെ ഈ പറയുന്ന സ്ത്രീകൾ, ഈ ഉദ്ദേശിച്ച സ്ത്രീകളാണെങ്കിൽ അവരൊരിക്കലും ഒറ്റയ്ക്ക് വരില്ല. ഈ ഓണം പരിപാടിക്ക് കാണാൻ ആരെങ്കിലും ഒറ്റയ്ക്ക് പോയിരിക്കുമോ? അത് കൂട്ടായിട്ട് വന്നിരിക്കും. ഞങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ വിവാഹിതരല്ലാത്ത മക്കളില്ലാത്ത സ്ത്രീകളില്ലേ? അതൊക്കെ തുലം കുറവല്ലേ? എന്നാലും അവർ വിധവകൾ എന്ന് പറയുന്നവര്, മക്കളില്ലാത്ത പറഞ്ഞ വിധവകൾക്ക് ഒരു ആൺ സുഹൃത്ത് കാണില്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. സുഹൃത്തില്ലാത്ത ആരാന്നുള്ള കുറച്ച് ആണുങ്ങൾക്ക് ഇല്ലാതെ ഇരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ പുരുഷന്മാർക്കാണ് സൗജന്യ ബസ് യാത്ര കൊടുത്തതെങ്കിൽ താങ്കൾ അതിനെ എതിർക്കുമായിരുന്നു? ഒരിക്കലും കൊടുക്കില്ലല്ലോ. അത് നടക്കാത്തൊരു സംഭവമല്ലേ? കൊടുക്കുമായിരുന്നുവെങ്കിൽ അതിനെ എതിർക്കുമായിരുന്നോ? ആവശ്യമില്ലാന്നേ പറയത്തുള്ളൂ. ആവശ്യമില്ലാന്ന് പറയും, പക്ഷെ എതിർക്കില്ല. ആവശ്യമില്ല എന്ന് പറയും. ഇതിന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ഒത്തിരി സ്ത്രീകൾ പറയുന്നുണ്ടല്ലോ, എന്റെ അച്ഛന് കിട്ടാത്ത ആനുകൂല്യം എനിക്ക് വേണ്ട എന്ന് പറയുന്ന പെൺകുട്ടികൾ എത്ര പേര് വീഡിയോ ചെയ്തിരിക്കുന്നു. ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുമുണ്ട് നമ്മുടെ പേജിൽ. അപ്പോൾ എന്തുകൊണ്ട് അതങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എൻ്റെ ആവശ്യമില്ല. കാര്യം നമ്മൾ ഇത്രയോ രൂപ ചിലവാക്കുന്നുണ്ട്. ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾ വില കയറിക്കൊണ്ടിരിക്കുക. നമ്മൾ അറിയാതെ നൂറുകണക്കിന് രൂപ ദിവസവും കൊടുത്തുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബസ്സിന്റെ നിരക്ക് കുറയ്ക്കുക എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഈ KSRTC ബസ് ആണെങ്കിലും നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ, മെഡിക്കൽ കോളേജ് പോലുള്ള ഗവൺമെന്റ് ആശുപത്രികളാണെങ്കിലും ഇത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയല്ലല്ലോ, അല്ലെങ്കിൽ ബാധ്യത നോക്കിയല്ലല്ലോ ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൽ പോവുകയാണെങ്കിൽ 10 രൂപ ടോക്കൺ എടുത്ത് നമ്മൾ ഡോക്ടറിനെ കാണുന്നു. വളരെ കുറച്ച് പൈസയ്ക്കാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു സർവീസാണ് KSRTC പോലുള്ള സർവീസുകൾ. ഇനി ഭാവിയിൽ ഇത് പുരുഷന്മാർക്കും ഫ്രീ ആയിട്ട് വരാം. അതിന്റെ ആദ്യഘട്ടമേ നമ്മൾ മുളയിലെ നുള്ളിക്കളഞ്ഞാൽ ഇതെങ്ങനെയാണ് വലിയ പദ്ധതികളായി മാറാൻ സാധിക്കുക? ഈ പുരുഷന്മാർക്കും ഇനിയുള്ള ഘട്ടത്തിൽ പുരുഷന്മാർക്കും ഫ്രീ കൊടുക്കണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇത് ഫ്രീ ആയിട്ട് കൊടുത്തത് കൊണ്ടും ഇത് ഈ KSRTC ലാഭത്തിൽ വന്നിട്ട് എത്ര കാലമായി? ലാഭത്തിലല്ല ഇത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. പിന്നെ ഈ ഗണേഷ് കുമാർ വന്നതിന് ശേഷം എന്തൊക്കെയോ കുറെ പരിപാടികളൊക്കെ ചെയ്തു. അദ്ദേഹം ശമ്പളം കൊടുക്കുന്ന ഒരു നിലവാരത്തിലോട്ട് എത്തിച്ചു. അതിപ്പോഴും തുടരുന്നുണ്ട്. ഇപ്പം മധുവിധമല്ലേ?
ഇപ്പൊ കൊടുക്കും. ഇനി അങ്ങോട്ടുള്ള കാര്യമാണ് നമ്മൾ പക്ഷെ അതും നോക്കേണ്ടത്. ഇപ്പൊ സർക്കാർ പറഞ്ഞോട്ടെ. 50 കോടി രൂപ KSRTCക്ക് മാസം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, നമുക്ക് ഒരിക്കലും ലാഭം നേടാനുള്ള ഒരു വകുപ്പല്ല, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല KSRTC. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? സർവീസ് അല്ലേ? അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കും? ആ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടാതെ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ മാസത്തെ അടുത്ത മാസം പോലും കിട്ടാത്ത സാഹചര്യം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇത്രയും കൺസേൺ KSRTCയെ പറ്റി ഉണ്ട്. ആ, ഞാൻ ചോദിക്കട്ടെ, ഇത്രയും ഈ ഞങ്ങളുടെ സംഘടനയിൽ തന്നെ ഒത്തിരി ഡ്രൈവർമാരും കണ്ടക്ടർമാരും ഒക്കെ ഉണ്ട്. ഇവർക്ക് ശമ്പളം കിട്ടി തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ഞങ്ങൾക്കറിയാം. മനസ്സിലായില്ലേ? അതുപോലെ എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരോട് ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെ വല്ലതും രക്ഷയുണ്ടോ, എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന് മുൻകാലങ്ങളിൽ ചോദിച്ചിരുന്നു. കിട്ടിത്തുടങ്ങിയ കാലഘട്ടം എത്രയാണെന്ന് നമുക്കറിയില്ലേ? ഇപ്പോഴല്ലേ കിട്ടിത്തുടങ്ങിയത്. അപ്പോൾ വീണ്ടും അതിനെ കൂപ്പുകുത്തുന്ന രീതിയിൽ, അതിൽ നിന്ന് എന്താ പറയുക, ജോലിക്കാർക്ക് ശമ്പളമില്ലാത്ത രീതിയിൽ അവരുടെ വീട് പട്ടിണിയാക്കുന്ന രീതിയിലോട്ട് പോകണോ നമ്മൾ? അതിനേക്കാളും അതിന് ഇപ്പോൾ സർക്കാർ തന്നെ പറയുന്നു അതിനുള്ള പരിഹാരം ഞങ്ങൾ കാണും. ഇപ്പൊ ഈ പറഞ്ഞ സൗജന്യ ബസ് യാത്ര കൊടുക്കുന്നതുകൊണ്ട് എത്ര രൂപയാണോ നഷ്ടം ഉണ്ടാകുന്നത്, സർക്കാർ അത് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോ ബെവ്കോ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനം പോലെ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു ബിസിനസ് അല്ലല്ലോ ഇത്. ഒരിക്കലും അല്ല. പൊതുഗതാഗതം എന്ന് പറയുന്നത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിക്കും സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തതാണോ പുരുഷന്മാർക്ക് കൊടുക്കാത്തതാണോ മെൻസ് അസോസിയേഷന്റെ പ്രശ്നം? എല്ലാ സ്ത്രീകൾക്കും എന്ന് പറഞ്ഞതാണ് പ്രശ്നം. എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയാതെ BPL നമുക്ക് റേഷൻ കാർഡ് എടുക്കാമല്ലോ. ഇതിനൊക്കെയാണല്ലോ റേഷൻ കാർഡ് വെച്ചേക്കുന്നത്. അല്ലാതെ റേഷൻ കാർഡിൽ നിന്ന് അരിയും മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ വേണ്ടി മാത്രമല്ലല്ലോ. ഓരോരുത്തരുടെ ഫാമിലിയിൽ അവരെ എന്താണ് അവരുടെ ഒരു എന്താ പറയുക മാനദണ്ഡം, അവരുടെ വരുമാനം എന്താണ് എന്ന് മനസ്സിലാക്കിയാണല്ലോ ഈ BPL കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം കൊടുക്കാൻ. അല്ലാതെ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവർക്ക് ഇത് ആനുകൂല്യം കിട്ടാൻ പാടില്ല. അവർക്ക് കിട്ടരുത്, മറ്റുള്ളവർക്ക് കിട്ടണം. അതിന് പുറമെ പുരുഷന്മാർക്ക് സീറ്റ് സംവരണം വേണം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റി സർവീസ് ബസ്സിൽ കയറിയിട്ട് ഇപ്പോഴേ നിലവിൽ പുരുഷന്മാർക്ക് ഇരിക്കാൻ സീറ്റ് കൊടുക്കുന്നില്ല, കിട്ടുന്നില്ല. എല്ലാം ഓരോ വിൻഡോ സീറ്റിൽ കയറി സ്ത്രീകളിരിക്കുന്നു, അതിൻ്റെ അടുത്ത് വീണ്ടും വേറെ സ്ത്രീകൾ വന്നിരിക്കുന്നു. പുരുഷന്മാർക്ക് ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥ. 50, 70, 80 വയസ്സായ അപ്പച്ചന്മാർ വന്നു കഴിഞ്ഞാൽ ബസ്സിൽ നിന്ന് യാത്ര ചെയ്യണം. അതൊന്നും വേണ്ട, ഇവിടെ സീറ്റ് സംവരണം വേണം. ഇതൊക്കെ കൂടി ചെയ്യട്ടെ. ഈ ആനുകൂല്യം കൊടുക്കുമ്പോൾ എന്താ പുരുഷന്മാരെ എന്താ പറയുക, ആക്രി കൊടുത്ത് വാങ്ങിയതാണോ? അതേ പണ്ട് കാലത്ത് പറയും നിങ്ങളെ തവിട് കൊടുത്ത് വാങ്ങിയതാണോ? പണ്ട് കാലത്ത് നമ്മുടെ അമ്മയൊക്കെ പറയും, അങ്ങനെയൊക്കെ അയൽവക്കാരൊക്കെ പറയാറുണ്ട്, തവിട് കൊടുത്തു ഇവനെ വാങ്ങിയതാണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അതുപോലെ തന്നെ ഈ തവിട് കൊടുത്തോ അല്ലെങ്കിൽ ആക്രി കൊടുത്തോ ഒക്കെ വാങ്ങിയതാണോ? പുരുഷനെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ? കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു BPL കാർഡ് ഉടമകൾക്ക് മാത്രം ഒരു സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു റേഷൻ കാർഡിലെ വരുമാനം കണക്കാക്കുന്നത് ഗൃഹനാഥയുടെ വരുമാനം മാത്രമല്ലല്ലോ, കുടുംബത്തിന്റെ വരുമാനമല്ലേ. എത്ര കുടുംബങ്ങളില് ജോലിയുള്ള ഭർത്താക്കന്മാർ സ്ത്രീകൾക്ക് ഇഷ്ടം പോലെ വെച്ച് പെരുമാറാൻ പണം കൊടുക്കാറുണ്ട്? അല്ല, ഈ ജോലിയുള്ളതെന്ന് പറയുമ്പോൾ ഒരു വീട്ടിൽ സർക്കാർ ജോലിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ BPL അനുവദിക്കില്ല കാർഡ്. അനുവദിക്കില്ല. ഇല്ല. അപ്പൊ അത് താഴെത്തട്ടിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് BPL കാർഡ് അനുവദിക്കുന്നത്. ഞാൻ പറഞ്ഞത് അതിന് മുകളിലോട്ടുള്ള BPL കാർഡുകാരല്ലാത്ത ആൾക്കാരാണ്. പക്ഷെ ഭർത്താവിന് മാത്രമാണ് ജോലിയുള്ളത്, ഭർത്താവിന് വരുമാനമുണ്ട്. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന ഭാര്യയ്ക്ക് ഒരുപാട് പണം, നീ ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പൊക്കോ എന്ന് പറഞ്ഞ് പണം കൊടുക്കുന്ന എത്ര കുടുംബങ്ങളുണ്ടാകും? അതും പോട്ടെ, ജോലിക്ക് പോകുന്ന സ്ത്രീകൾ പോലും സ്വന്തം എത്ര രൂപ ശമ്പളം മേടിക്കുന്നു എന്ന് കൃത്യമായി അറിയാത്ത എത്രയോ സ്ത്രീകളുള്ള നാടാണിത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പുരുഷന്മാര് അവർ ജോലി ചെയ്ത് സമ്പാദിക്കുന്ന കാശ് മുഴുവൻ ഭൂരിഭാഗം, അപൂർവം ചിലർ മാത്രമേ വ്യത്യാസം വരുള്ളൂ, ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി വീടിന് വേണ്ടി ചെലവാക്കുന്നവരാണ് പുരുഷന്മാർ. അല്ലാതെ അതിനെ കെട്ടിപ്പൂട്ടി വെക്കാറില്ല. എന്നാൽ സ്ത്രീകളാണെങ്കിൽ അവർ ജോലി ചെയ്ത് ഉണ്ടാക്കുന്ന കാശ് അവർ കെട്ടിപ്പൂട്ടി വെക്കുകയും ചെയ്യും. 1 രൂപ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അതിനവർ കണക്കും പറയും. പുരുഷന്മാർ കണക്ക് പറയാറില്ല, ഒരിക്കലും ഇല്ല. അവർ ആ പണം ദൂർത്തടിച്ച് തീർക്കാറുമില്ല. ദൂർത്തടിക്കാൻ ഭാര്യയ്ക്ക് കൊടുക്കാനും പറ്റില്ല. മിക്കവാറും ഉള്ളവരെല്ലാം ഭാര്യയ്ക്ക് തന്നെ ഈ ശമ്പളം വാങ്ങിക്കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുത്തിട്ട് അവർക്ക് ആവശ്യമുള്ള കാശ് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വാങ്ങുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇപ്പൊ ഞാനാണെങ്കിൽ പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് പലതരം ജീവിതങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പലതരമുണ്ട്. തീർച്ചയായിട്ടും ഭർത്താവിന് ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, എന്നാൽ ഭാര്യയ്ക്ക് 5 രൂപ കയ്യിലെടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ വീട്ടിലേക്ക് പച്ചക്കറി വാങ്ങാൻ പണം കൊടുത്താലും എല്ലാത്തിനും കണക്കുണ്ടാകും. ഒരു 5 രൂപയുടെ ഒരു നെയിൽ പോളിഷ് വാങ്ങിയിടാൻ പോലും കഴിയാത്ത സ്ത്രീകളുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ പോലും അവർക്ക് അവരുടെ അക്കൗണ്ടിൽ എത്ര രൂപ സാലറി വരുന്നുണ്ട് എന്ന് പോലും അറിയാത്ത സ്ത്രീകളുണ്ട്. അവരുടെ ATM കാർഡ് ഭർത്താവിന്റെ കയ്യിലായിരിക്കും, ഇല്ലെങ്കിൽ വരുന്ന ശമ്പളം മുഴുവൻ അതുപോലെ ഭർത്താവിനെ ഏൽപ്പിക്കേണ്ടി വരുമായിരിക്കും. എല്ലാ ജീവിതങ്ങളും ഇല്ലേ? അങ്ങനെയുള്ള ഭർത്താവിനെ അവിടെ വീട്ടിൽ ജീവിക്കാൻ പറ്റില്ല.
അതെന്താണ്? എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇരുതല വാളിന്റെ മൂർച്ചയുള്ള നാക്കാ പെണ്ണിന്. ഒരിക്കലും ഒരു പെണ്ണിന്റെ ഇവിടെ ഇങ്ങനെ ഓച്ചാനിച്ച് ഒരു ഭർത്താവും ഒരു ഭാര്യയും നിൽക്കില്ല. അതാദ്യം മനസ്സിലാക്കണം. ഭർത്താവിന്റെ മുമ്പ് ഓച്ചാനിച്ച് ആരും നിൽക്കില്ല. താങ്കൾ നന്നായി സംസാരിക്കുന്ന ആളാണല്ലോ, അപ്പൊ നല്ല മൂർച്ചയുള്ള നാക്കാണ് താങ്കൾക്കുമുള്ളത്. അപ്പൊ പുരുഷൻ സ്ത്രീക്കാണ് കൂടുതൽ മൂർച്ചയേറിയ നാക്കെന്ന് പറയാൻ പറ്റുമോ? സംശയം എന്താ പറയുന്നത്? സ്ത്രീക്ക് തന്നെയാണ് മൂർച്ചയുള്ള നാക്കെന്ന് പറയുന്നത്. പിന്നെ എന്നെ കുറച്ച് പേർക്ക് ചെറിയൊരു പേടിയുണ്ട്, അത്രേ ഉള്ളൂ. പേടിക്കുന്നത്? അത് എന്താണെന്ന് എനിക്കും അറിയില്ല. അത് എന്റെ സംസാര ശൈലി കൊണ്ടായിരിക്കാം, ഞാൻ ഒന്നിനെ വകവയ്ക്കാത്തത് കൊണ്ടായിരിക്കാം. എന്നെ ചെറിയൊരു പേടി എല്ലാവർക്കും ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർക്ക് സംസാരിച്ചൊക്കെ ഇടാനുള്ള കഴിവൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. ഓക്കെ, ഇപ്പൊ പ്രിയദർശിനി പദ്ധതിയുമായി ഏത് തരം പ്രതിഷേധത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മള് നാളെ സെക്രട്ടേറിയറ്റ് പഠിക്കല് ഒരു 10-11 മണിക്കകത്ത് ബസ് തടയും. ആ ബസ്സിൽ ഞങ്ങൾ യാത്ര ചെയ്യും, ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യും. ഇതാണ് ഞങ്ങൾ നാളെ ചെയ്യാൻ പോകുന്ന പ്രതിഷേധ പരിപാടി. പ്രതിഷേധമാണ് നമ്മുടെ. ഇപ്പോൾ ഒരു ടിക്കറ്റ് എടുക്കാൻ ഞങ്ങളുടെ ആർക്കും കാശില്ലാത്തതുകൊണ്ടൊന്നുമല്ല, കാശൊക്കെ ഉണ്ട്. അതിനുള്ള കാശ് എല്ലാവരും ഇവിടുത്തെ സ്ത്രീകൾക്കും ഉണ്ട്. അപ്പോൾ അതൊന്നും അല്ല പ്രശ്നം. എല്ലാ സ്ത്രീകൾക്കും എന്ന് അനുവദിച്ചതുകൊണ്ടും പുരുഷന്മാർക്ക് ഏതെങ്കിലുമൊക്കെ 60 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ, ന്യായമായിട്ടുള്ള ചോദ്യമല്ലേ ഈ വിദ്യാർത്ഥികൾ. ഘട്ടത്തിൽ സ്ത്രീകൾക്ക് കൊടുത്തതിന് ശേഷം 2 വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ 1.5 വർഷം കഴിഞ്ഞോ ഈ പറഞ്ഞ പുരുഷന്മാർക്കോ വൃദ്ധർക്കോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഈ ആനുകൂല്യം കൊടുക്കുകയാണെങ്കിലോ? എന്തിനാ 1.5 വർഷം? എന്തിനാ ഇപ്പൊ തന്നെ അതിനെ പഠിച്ചിട്ട് മെട്രോ വന്നു. മെട്രോ ആദ്യം കൊച്ചിയിലാണ് വന്നത്. അതുകൊണ്ട് തിരുവനന്തപുരംകാർ പ്രതിഷേധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നാളെ ഒരു കാലഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മെട്രോ വരും. എന്തുകൊണ്ടാണ് എറണാകുളത്ത് മെട്രോ വരാനുള്ള കാരണം? ഇവിടെ തിരുവനന്തപുരത്ത് വരാതെ മെട്രോ എറണാകുളത്ത് വന്നതിന്റെ കാരണം എന്താ? എവിടെയെങ്കിലും ഒരിടത്താണല്ലോ. അതുകൊണ്ടൊന്നുമല്ല, ഏറ്റവും കൂടുതൽ തിരക്കും ട്രാഫിക് ബ്ലോക്കും തിരുവനന്തപുരത്തെക്കാളും എറണാകുളം ബ്ലോക്കാ. ഞാൻ അവിടെയും വരുന്ന ആളല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാം. ട്രിവാൻഡ്രത്ത് ബ്ലോക്ക് ഇല്ല എന്നല്ല, ഇവിടെ സമരങ്ങൾ വരുമ്പോൾ, സെക്രട്ടേറിയറ്റ് സമരം വരുമ്പോഴാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വരുന്നത്. അല്ലാതെയും ഡെയിലി ലൈഫിൽ വളരെ കുറവാണ്. ഈ സീനിയറിന്റെ അവിടെയൊക്കെ ഒരു അല്പസമയം കിടക്കേണ്ടി. നമ്മൾ അതല്ല പറഞ്ഞത്. ഇപ്പൊ ഒരു ജില്ലയിൽ തുടങ്ങി എല്ലാ ജില്ലകളിലും വരും, പക്ഷെ എല്ലാം ഘട്ടം ഘട്ടമായല്ലേ നടത്താൻ കഴിയുള്ളൂ. ഘട്ടം ഘട്ടമായി നടത്തണ്ട. പുരുഷന്മാർക്ക് ഫ്രീ കൊടുക്കണ്ട, ഫ്രീ വേണ്ട, ആർക്കും ഫ്രീ വേണ്ട. ആർക്കും എന്നല്ല, സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഫ്രീ അനുവദിച്ചോട്ടെ. അതോടൊപ്പം 60 വയസ്സായ പുരുഷന്മാർക്കും അനുവദിക്കൂ. എല്ലാ സ്ത്രീകൾക്കും എന്ന് പറയുമ്പോൾ ഈ ലക്ഷങ്ങൾ സാലറി വാങ്ങുന്നവരാണ് ഇതിൽ പോകുന്നത് കൂടുതലും. അല്ല എന്ന് പറയരുത്. സാലറി വാങ്ങുന്നവർ ഒരു കാർ ഓടിച്ചു പോകില്ല. അതാണ് പെണ്ണിന്റെ പിശുക്ക് എന്ന് പറയുന്നത്. അവരെല്ലാം ഭർത്താവിന്റെ കാശേ ദൂർത്തടിക്കത്തുള്ളൂ. സ്വന്തം പൈസ വെട്ടിപ്പൂട്ടി വെച്ചിട്ട് ഓരോന്നിനും കണക്ക് പറയും എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ 2 വീലർ ഒതുക്കി വെക്കും, കാറ് മാറ്റിവെക്കും, എന്നിട്ട് ഈ ബസ്സിൽ പോകും. ആ കാശെടുത്ത് അവര് നേരത്തെ പറഞ്ഞ പോലെ നെയിം പോളിഷോ അല്ലെങ്കിൽ ലിപ്റ്റിക്കോ ഒക്കെ വാങ്ങിച്ചിടും. ഇതാണ് അവരുടെ രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇതല്ല ആവശ്യം. അവിടെ സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കൂ, അവര് പോട്ടെ. അവരല്ലേ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നത്. കൺസെഷൻ ഉണ്ടല്ലോ വർഷങ്ങളായി. കൺസെഷൻ വേണ്ട, കൺസെഷൻ നിർത്തണം. ഈ കൺസെഷൻ ആരുടെ കാശാ പോകുന്നത്? ഈ പാവപ്പെട്ടവന്റെ വീട്ടിലല്ലേ. മറ്റുള്ളവരൊക്കെ സ്കൂൾ ബസ്സിൽ പോകില്ലേ? കോടീശ്വരന്മാർ, ലക്ഷങ്ങളുള്ളവർ, അവർ ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ പിള്ളേരെ വിടില്ലല്ലോ. അവർ നേരെ വിടുന്ന എവിടെയാ? സ്കൂൾ ബസ് വീടിന്റെ ഫ്രണ്ടിൽ വരും, അവർ പോകും. അങ്ങനെ നിർബന്ധമില്ല. ഈ പറഞ്ഞ ആവറേജിന് മുകളിലോട്ടുള്ള വീടുകളിൽ, ആവറേജിന് താഴോട്ടുള്ളവരെ കാര്യമാണ് പറയുന്നത്. അല്ല, മുകളിലോട്ടുള്ള കുട്ടികളും ഈ പറഞ്ഞ ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നതും അല്ലെങ്കിൽ ദൂരെയുള്ള സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. അവര് കൺസെഷൻ വാങ്ങി സ്കൂളുകളിൽ ദൂരെയുള്ള എല്ലാ ഈ പറഞ്ഞ ദൂരെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ ആ ബസ്സില്ല. ഇവിടെ സിറ്റി സർവീസ് മാത്രമേ ഉള്ളൂ, കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. കൺസെഷൻ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഒരു 5 വർഷം കഴിഞ്ഞ് പുരുഷന്മാർക്കും സൗജന്യം ഒരുക്കുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ വേണ്ട. അന്ന് KSRTC ലാഭത്തിലാണെങ്കിലോ? അങ്ങനെ വരില്ലല്ലോ. ഇത് കേരളം ഇല്ല. കാര്യം ഇവിടെ വ്യവസായ സംരംഭങ്ങളൊന്നും വലുതായിട്ടൊന്നും ഇല്ല. ഇനി ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് പൂട്ടിക്കും 24 മണിക്കൂറിനകം. അത് പണ്ടല്ല, ഇപ്പോഴും അല്ല, ഇപ്പോഴും അത് തന്നെ. ഇപ്പോഴും അങ്ങനെ നടക്കത്തുള്ളൂ. ഇനിയാണ് ഏറ്റവും കൂടുതൽ പേടിക്കാൻ. ഇവിടെ ഒന്നും വരാൻ പറ്റില്ല. കാര്യം ഇടത് പാർട്ടിക്കാരെ അപ്പുറത്ത് നിൽക്കുന്നത്, കൊടി കുന്നത് അവരാ ഏറ്റവും കൂടുതൽ. എന്റെ പാർട്ടിക്കാർ, ഞാൻ CPM കാരനായിരുന്ന ആളാ, മനസ്സിലായില്ലേ? അപ്പൊ അവർ തന്നെയാണ് അത് പൂട്ടിക്കുന്നത്. അതിന് യാതൊരു മാറ്റവും ഇല്ല. അപ്പൊ ഇവിടെ ഒരു വ്യവസായ സംരംഭമോ ഒരു ബിസിനസ് സ്ഥാപനങ്ങളോ വളരില്ല. അപ്പൊ അതിനുള്ളൊരു വളക്കൂറുള്ള മണ്ണല്ല കേരളം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഫ്രീ എന്നുള്ളൊരു സംഭവമേ കേരളത്തിൽ ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത് എന്താ പറയുക, അർഹിക്കപ്പെട്ടവർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ തീരുമാനിക്കണം. ശരി, ഞാൻ അതിനെക്കുറിച്ചൊന്നും പഠിക്കാത്ത എന്താ?
ഈ മന്ത്രിസഭ ചെയ്യണം. മന്ത്രിസഭ കൂടി പഠിച്ചതിന് ശേഷമാണ് ഈ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. പ്രഖ്യാപനം അന്നുണ്ടായെങ്കിൽ എങ്കിൽ പിന്നെ ബുദ്ധിയില്ലാന്നല്ലേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ബുദ്ധിയില്ലാത്തവരാണോ ഈ IAS IPS IAS ഈ ഉദ്യോഗസ്ഥരും കൂടി? മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ബ്യൂറോക്രാറ്റുകളെയും ആണ് അത് അധിക്ഷേപിക്കുന്നത്. തീർച്ചയായിട്ടും അധിക്ഷേപിക്കുന്നതല്ല. നമ്മളെല്ലാവരും വോട്ടിട്ട് തന്നെയാണ്. സ്ത്രീകൾ മാത്രം വോട്ടിട്ടല്ലല്ലോ ഒരു സർക്കാർ ഇവിടെ വരുന്നത്. അപ്പൊ ആ സർക്കാർ എല്ലാവർക്കും ഇവിടെ നമ്മളെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു മന്ത്രിമാരെയോ രാഷ്ട്രീയ നേതാക്കന്മാരോ MLA മാരോ MP മാരോ ഇവിടെ വിജയിച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ തോളിലേറ്റിയിട്ടല്ല